ഹലോ ഹലോ ചാച്ചാ. ആ മാനെ എന്നെ വെച്ചിട്ട് സുഖാണോ? ആ സുഖായിരിക്കുന്നു ചാച്ചാ. ചാച്ചാ നമ്മളെ മറ്റേതങ്ങ് തീരുമാനിക്കാട്ടോ. നല്ല വിലയാണ് അവര് പറയുന്നത്. പിന്നെ ഈ മാസം കൊണ്ട് ജിൻസിയുടെ പെരപണിയും കഴിയുമല്ലോ. പിന്നെ ചാച്ചൻ അവിടെ വിളിക്കാമല്ലോ. ആ പിന്നെ ചാച്ചാ. ഹലോ ചാച്ചാ കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ. എന്നാടി ചേട്ടാ അപ്പച്ചന്റെ കാര്യത്തിൽ സീരിയസാ. നീ കാര്യം പറയും. പ്രശ്നമുണ്ട് ചേട്ടാ, എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ പറ്റൂ. അവനെ ക്രിസ്മസിന് ലീവ് കിട്ടുമടി. ജിൻസിയുടെ വീട് പണിക്ക് എന്നതിലും ചെയ്യണമെന്ന് അവൻ പറഞ്ഞായിരുന്നു. കിട്ടിയാലും എടുക്കുകയായിരിക്കും. സ്റ്റാർ നോക്കുമ്പോഴൊക്കെ ഞാൻ അവനെ ഓർക്കും. ഈ സ്റ്റാർ നോക്കി കഴിഞ്ഞ് കരോടത്തെ പറമ്പിൽ ചെന്നിട്ടേ ഉറപ്പ് വരുത്താതെ അവന് തൃപ്തി വരികയില്ലായിരുന്നു. പള്ളിയിലെ പുൽക്കൂട് മത്സരത്തിൽ നിന്നും അവനല്ലായിരുന്നു ഫസ്റ്റ്. പിള്ളേരൊക്കെ എത്ര പെട്ടെന്നല്ലേ വളരുന്നേ. ചേട്ടാ ചേട്ടാ ചായ. ചേട്ടായി പറഞ്ഞ പോലെ ചാച്ചൻ്റെ സാധനമൊന്നും കത്തിച്ചാലും ഞങ്ങൾ സമ്മതിച്ചിട്ടില്ല. അതിനെ സമ്മതിച്ചു എല്ലാവരും. അതാണല്ലോ രീതി. അതുകൊണ്ട് കൊച്ചാച്ചനെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. എത്തുന്നതിന് മുമ്പ് ശാസൻ ഇങ്ങനെ പോയി കളയുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ശാസൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഞാൻ ഇന്ന് ലേറ്റ് ആണല്ലോ. നമ്മൾ ആ പഴയ വീട് വിൽക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ തൊട്ടേ ചാച്ച ഭയങ്കര ഡൗൺ ആയിരുന്നു. ഇവിടെ വന്നാൽ ശരിയാവുമെന്ന് ഞങ്ങളും കരുതിയത്. പക്ഷെ ഇവിടെ വന്നിട്ടും എന്താ അപ്പച്ച? എനിക്കൊന്ന് കുളിക്കണമായിരുന്നല്ലോ ആളെ. അപ്പച്ചന് ഒന്ന് കുളിക്കണമെന്നുണ്ടായിരുന്നു. എന്നാ പച്ച എന്നാ എന്നൊക്കെ തേച്ചിരിക്കുന്നുണ്ട്. ചാച്ചനൊന്ന് കുളിക്കണമായിരുന്നല്ലോ. ഞാനിപ്പോൾ കൊച്ചിനോട് പറഞ്ഞോളൂ ഒന്ന് കുളിക്കണമായിരുന്നു അല്ലേ. ഞാനെനിക്ക് ശരിക്കും ഒന്ന് മേല് വെച്ച് എനിക്ക് ശരിക്കും ഒന്ന് ചോപ്പ് വെച്ചിട്ട് അലക്കി എനിക്ക് കുളിക്കണം. എനിക്കൊന്ന് നന്നായിട്ടൊന്ന് കുളിക്കണം. എനിക്ക് ഞാൻ ശരിക്കും ഒന്ന് കുളിക്കട്ടെ. അന്ന് അധികം വൈകാണ്ട് തന്നെ ചാച്ചൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി. പക്ഷേ ആള് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. പഴയ വീട്ടിലായിരുന്നപ്പോഴും അപ്പച്ചൻ ബാത്റൂമിൽ ഒത്തിരി സമയം ചെലവഴിക്കുമായിരുന്നു. ഞങ്ങളതന്ന് അത്ര വലിയ കാര്യമാക്കിയില്ല. പക്ഷെ അന്ന് രാത്രിയിലെ സംഭവത്തിന് ശേഷം ഞങ്ങൾ അപ്പച്ചനെ ശരിക്കും ശ്രദ്ധിക്കാൻ തുടങ്ങി. പിന്നീട് ചാച്ചൻ്റെ മുറിയിൽ അങ്ങോട്ട് ഒതുങ്ങിപ്പോയി. കുടുംബ പ്രാർത്ഥനയും വരുന്നില്ല, പള്ളിയിലും പോണില്ല. ചാച്ചൻ കൂടുതൽ ക്ഷീണിക്കുന്ന പോലെ ഞങ്ങൾക്ക് തോന്നി. അങ്ങനെ ഒരു 4-5 ദിവസം പോയി. പിറ്റേന്ന് ചാച്ചൻ പുറത്തേക്കും പോയി. എങ്ങോട്ട് പോകണമെന്ന് ഞങ്ങൾ ചോദിച്ചില്ല. കാരണം ചാച്ചൻ പുറത്തു പോയി വരുമ്പോഴൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നീട് 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് അവരുടെ കോള് നമുക്ക് വരുന്നത്. എന്നുണ്ടോ ചേ? ഞാൻ ആ രാഖേലിന്റെ വീട് വരെ വന്നായിരുന്നു. അവൻ ഷാജി ഗൾഫിൽ നിന്ന് വന്നായിരുന്നു. ഞാൻ അവൻ അവിടുത്തെ ഓരോ വിശേഷങ്ങളും പറഞ്ഞ് അവളെ കുറച്ച് സുഖമായിട്ടിരിക്കണോ? ചായ ഞാൻ കുടിക്കാൻ എന്നാലും എടുക്കാം. ആയിക്കോട്ടെ. എന്നിട്ട് എന്നാ ഉണ്ടോ ചേ? ഇത് നനയ്ക്കാറില്ലേ?
2 ദിവസം പറ്റിയില്ലെന്നേ. അയ്യോ, പാമ്പാടി പുഷ്പവിളയ്ക്ക് പോയപ്പം ആലിസ് ആശും മോശം മേടിച്ച സാധനം അത്. അവള് പോയതിനു ശേഷം ഞാൻ 2 പ്രാവശ്യം വെച്ച് നനയ്ക്കുമായിരുന്നു. ശ്രദ്ധിക്കില്ലേ, ഇത് നല്ല മാറ്റമുണ്ട്. 2 ദിവസം തിരക്കായി പോയി, കപ്പവാട്ടുണ്ടായിരുന്നു. മോനെ അതെ, ഒന്ന് ബാത്റൂമിൽ പോകണമായിരുന്നു. അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ തോന്നിയതാ, പക്ഷെ നടന്നില്ല. ഒന്ന് എന്നിട്ട് അപ്പൻ എല്ലാ ദിവസവും ചെന്നുകൊണ്ടിരുന്നത് അവിടെയായിരുന്നു. അന്ന് ഇത് കൊണ്ടുപോയില്ലായിരുന്നു. ആ അലക്സ് പറഞ്ഞിരുന്നു വരുമെന്ന്. വാ കയറി വാ. ജോയലിനെ എന്നാ തിരിച്ച് അമേരിക്കക്ക് പ്ലാൻ ചെയ്തിട്ടില്ല. പറയച്ചേട്ടോ, ഇത്തവണ എൻ്റെ വാഷറിനായിരുന്നു കംപ്ലൈൻറ്റ്. അതിനകത്ത് മൊത്തം പായലും പൊടിയും കയറി കിടക്കുമായിരുന്നു. അത് ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലേ വിളിച്ചാൽ മതി. ആടാ ശരി എന്നാ. ആ ബാത്റൂമിലെ ഷവറിന് മാത്രം എപ്പോഴും ഓരോരോ പ്രശ്നങ്ങളാണ്. എന്നതായിരുന്നു ചായ പ്രശ്നം? അതിപ്പോ ഓരോ തവണയും ഓരോ കാരണങ്ങളാണ് അച്ചായൻ പറഞ്ഞിരുന്നത്. വറീസല്ലോ അച്ഛേ. വറീസേ കറവയാന്നോടാവേ. വറീസ് ഷീറ്റ് അടിക്കാൻ പറ്റും വന്നില്ലേ വറീസേ? നീയാണ്ട മീൻ പറ്റുന്നത്. അത് ശരി, ഞാൻ പരമായ ഓർമ്മ മൊത്തം തപ്പി ഇവിടെ ഇരിക്കുമായിരുന്നു. വറീസേ എത്ര ഷീറ്റ് ഉണ്ടാവേ? എല്ലാ തവണയും എങ്ങനെയെങ്കിലും അവൾ ബാത്റൂമിൽ പോകണമെന്ന് മാത്രം പറയും. എത്രയാണെന്ന് വെച്ചാൽ നമ്മളിത് അവസാനം അച്ചായനോട് ഇത്തിരി മുഷിയേണ്ടി വന്നു. അച്ചായ പറയുന്നുണ്ടൊന്നും തോന്നരുത്, ഇതൊരു മെനകെട്ട പരിപാടിയാണ്. അച്ചായൻ്റെ വീട്ടിലായിരുന്നെങ്കിൽ ഇതുവരെ നടക്കുമോ? ഇതിന് നടക്കത്തില്ല. അവസാനം ഒരു തവണ കൂടി അച്ചായൻ വന്നിരുന്നു.